സാധാരണ മഴക്കാലത്ത് ആനകൾ പുഴയിൽ ചെരിഞ്ഞൊഴുകി വരുന്നത് പതിവാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ഒരു മാസം 12 ആനകളാണ് പെരിയാറിലൂടെ ഒഴുകിയെത്തിയത്. എന്താണ് ഈ ആനക്കൂട്ടങ്ങൾക്ക് സംഭവിച്ചത് എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് സംശയിക്കുന്നത്. ഒന്ന്, സാധാരണ അപകടത്തിൽപ്പെടുന്നത്. അത് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പെട്ട് ആനകൾ താഴെ വീണ് പരിക്കേറ്റ് അത് ചെരിയുക. മറ്റൊരു സംശയമെന്നത് രോഗബാധയാണ്. വൈറസ്, ബാക്ടീരിയ ബാധ ഈ ആനകൾക്കുണ്ടായിട്ടുണ്ടോ എന്നത് ഗൗരവമായി തന്നെ വനംവകുപ്പ് പരിശോധിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 12 ആനകളാണ് ചരിഞ്ഞത്. 10 എണ്ണം മലയാറ്റൂർ ഫോറസ്റ്റ് റേഞ്ചിലും 2 എണ്ണം വാഴച്ചാൽ ഫോറസ്റ്റ് റേഞ്ചിലും. ഈ 12 ആനകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ മരണകാരണം സമാനമാണ്. നട്ടെല്ലിനും മസ്തകത്തിനും പരിക്കേറ്റിരിക്കുന്നു. പക്ഷേ അതിനപ്പുറം സംശയിക്കുന്ന ചിലതുണ്ട്. അവിടെയാണ് ഫോറൻസിക് പരിശോധനയും DNA പരിശോധനയും വേണ്ടി വന്നിരിക്കുന്നത്. കാരണം ഇത്രയധികം ആനകൾ കൂട്ടത്തോടെ ചരിയുന്ന സാഹചര്യം എന്ത് എന്നതാണ് കണ്ടെത്താനുള്ളത്. പൂയംകുട്ടിയിലും കൂന്തറപ്പുഴയിലും ഇടമലയാറിലും അപകട സാധ്യത ഏറെയാണ്. ഈ 3ഇടത്തും 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളിൽ സാധാരണ സംഭവിക്കുന്നത് ശക്തമായ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളമുയരും. ആ വെള്ളമുയരുമ്പോൾ അതുവഴി കാട്ടാനകൾ നടന്നുപോയാൽ അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻപ് അങ്ങനെയാണ് പല ആനകളും ചരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഒരു മാസത്തിനിടയിൽ 12 ആനകൾ ചരിഞ്ഞു എന്നതാണ്. ഈ 12 ആനകളുടെയും പ്രായപരിധി നോക്കിയാൽ 5നും 20നും ഇടയിൽ പ്രായമുള്ള ആനകളാണ് ചരിഞ്ഞിരിക്കുന്നത്. അതായത് വളരെ പ്രായം കുറഞ്ഞ ആനകൾക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനകൾക്കിടയിൽ കൊമ്പനാനകളുമുണ്ട്, പിടിയാനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആനവേട്ട സംശയിക്കുന്നതേയില്ല. മറിച്ച് 2 കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ഒന്ന്, സാധാരണയായിട്ടുള്ളൊരു അപകടമാണോ അതോ ഇതൊരു രോഗബാധയാണോ? രോഗബാധയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി മാറും. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാനകളുള്ള മലയാറ്റൂർ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഇത്രയധികം ആനക്കൂട്ടങ്ങൾ ചരിഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.